LDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിലമ്പൂരിലേക്ക് എത്തുകയാണ്. പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് കൂടിയാണത്. മാത്രമല്ല LDF പ്രചാരണത്തിന് ഇന്ന് ഔദ്യോഗികമായുള്ള തുടക്കവുമാകും. ഇന്ന് മണ്ഡലം കൺവെൻഷനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സ്ഥാനാർത്ഥി M സ്വരാജും ഉച്ചയ്ക്ക് 3:30 മണിക്ക് നിലമ്പൂരിൽ നടക്കുന്ന കൺവെൻഷനിൽ പങ്കുചേരും. അതിനുശേഷം പിന്നീട് പഞ്ചായത്ത് കൺവെൻഷനുകൾ, ബൂത്ത് കൺവെൻഷനുകൾ തുടങ്ങി ആ നിലയിൽ തന്നെ LDF അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് എത്തുന്ന ഘട്ടത്തിൽ ഈ മണ്ഡലത്തിലെ സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയായി ചർച്ചകളും നടത്തും. നേരത്തെ നമുക്കറിയാം, അതായത് ഇവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന PV അൻവർ രാജിവെക്കുകയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമടക്കം ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടാണ് കളം മാറിയത്. തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയത്. മാത്രമല്ല, നേരത്തെ വാർത്താ സമ്മേളനത്തിൽ കറിവേപ്പിലയോട് ഈ അൻവറിനെ ഉപമിക്കുകയും ചെയ്തിരുന്നു. അൻവർ അതിന് മറുപടിയും മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ LDFന്റെ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ നിലമ്പൂരിലെത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് രാഷ്ട്രീയ കേരളം. എന്തായാലും അതേപോലെ തന്നെ കുറച്ച് ദിവസമായി നമ്മൾ BJPയുടെ കാര്യത്തിൽ ഒരു വലിയ സംശയമുണ്ടായിരുന്നു. BJP മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും അവസാനം അവർ മത്സരിക്കുമെന്നൊരു സ്റ്റാൻഡ് എടുത്തിരിക്കുകയാണ്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂരിലേക്ക് എത്തുകയും ചെയ്യും. ആരൊക്കെയാകും സാധ്യതാ പട്ടികയിലുള്ളത് രാഗിൻ? അനിശ്ചിതത്വങ്ങൾക്കൊക്കെ വിരാമമാവുകയാണ്. എന്തായാലും ഒരു നിർണായക രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ അത് വലിയ തലവേദനയാകുമെന്നും കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനില്ലാതെ കുഴങ്ങുമെന്നും BJP നേതൃത്വം മനസ്സിലാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മത്സരിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയോടുകൂടിയാണ് ഇതിൽ ഒരു ഫൈനലൈസേഷൻ എത്തിയിരിക്കുന്നത്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് നീക്കം. പ്രാദേശിക നേതാക്കൾക്കാണ് BJP ഇപ്രാവശ്യം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായി ഒന്ന് രശ്മിൽ നാഥ്, അതായത് നിലമ്പൂർ ഉൾപ്പെടുന്ന മണ്ഡലത്തിന്റെ ജില്ല മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ് രശ്മിൽ നാഥ് മുൻപ് വയനാട് ലോക്സഭയിൽ മത്സരിച്ചിട്ടുമുണ്ട്. രശ്മിൽ നാഥിന്റെ പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അജി തോമസിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് വരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പല കോണുകളിൽ നിന്നും ചർച്ചയാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പേരിലേക്ക് അടക്കം കാര്യങ്ങൾ പോകും. കൂടാതെ നേരത്തെ ഇവിടെ മത്സരിച്ച അശോക് കുമാറിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രാധാന്യം ഈ നേരത്തെ ആദ്യം പറഞ്ഞ രണ്ടു പേരിലേക്ക് ആയിരിക്കാനാണ് ആ സാധ്യത. എന്തായാലും BJP ഇന്ന് ആ പേരുകളിൽ ഒരു ഫൈനലൈസേഷനിലേക്ക് എത്തും. ശരി രാഗിൻ, എന്തായാലും നിലമ്പൂരിൽ പോര് കടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. LDF UDF മുന്നണികൾ ശക്തമായ പ്രചരണവുമായി മുന്നിലുണ്ട്. ഇപ്പോഴത്തെ BJP കൂടി മത്സരത്തിന് ഇറങ്ങും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നിലമ്പൂരിലേക്ക് എത്തും എന്നുള്ള ഒരു വിവരം കൂടിയാണ് രാഗിൻ പങ്കുവെക്കുന്നത്. നമുക്കൊപ്പം ഷിനോജ് എസ് കൂടി ചേരുന്നുണ്ട്. ഷിനോജ്, അങ്ങനെ നിലമ്പൂർ ആവേശ പോരിൽ തന്നെയാണ്. എല്ലായിടങ്ങളിലും പ്രചരണം ശക്തമാക്കുവാനുള്ള നീക്കമാണ് ഇരു മുന്നണികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഒരു അനിശ്ചിതത്വമുള്ളത് അൻവറിന്റെ കാര്യത്തിൽ തന്നെയാണ്. പക്ഷെ അതിനെ എങ്ങനെ അത് അവസാനിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിലമ്പൂർ LDF UDF മുന്നണികൾ ആവേശപ്പോരിൽ തന്നെയാണ്, അല്ലേ ഷിനോജ്? തീർച്ചയായും ജയലക്ഷ്മി. കാരണം LDFും UDFും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BJP ഇന്നോടുകൂടി ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും ഒരു അനിശ്ചിതത്വമുള്ളത് അത് അൻവറിന്റെ കാര്യത്തിൽ മാത്രമാണ്. അൻവർ ഇപ്പോൾ എന്ത് പറയുമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. കാരണം ഇന്ന് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കണ്ടിട്ട് ഞാൻ മത്സരിക്കും എന്ന് പറഞ്ഞാൽ അൻവർ അല്പസമയം കഴിഞ്ഞിട്ട് അൻവർ തന്നെ മാറ്റി പറയും ഞാൻ മത്സരിക്കുന്നില്ല. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ്, രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇനി മത്സരിക്കാനില്ല, UDFിലേക്ക് താൻ ഇല്ല എന്ന് പറഞ്ഞ അൻവറാണ് ഉച്ചയോടുകൂടി സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഇല്ല, മണ്ഡലത്തിൽ ചിലരൊക്കെ തന്നെ കാണാൻ വന്നിട്ടുണ്ട്, അവർ മത്സരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് തന്നെ മത്സരിക്കുമെന്നാണ് അൻവർ ഇന്നലെ വൈകിട്ട് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇത് സംബന്ധിച്ച് അൻവർ ഏറ്റവും ഒടുവിലെടുക്കുന്ന തീരുമാനമെന്ന് സംബന്ധിച്ചായിരിക്കും ഇതൊക്കെ പോകുന്നത്. എന്തായാലും നാളെ ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്. നാളെയോടുകൂടി മാത്രമായിരിക്കും അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നമുക്കും ഒരു വ്യക്തത വരിക. കാരണം അൻവറിന്റെ കാര്യമാണ്, എന്തും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കും. എന്തായാലും ഈ അനുനയ നീക്കം UDFിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും തുടരുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം അൻവറുമായി ഇനി ഒരു ചർച്ചയും വേണ്ട എന്നാണ് സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ രാത്രിയോട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലെത്തുന്നു. അൻവറിനെ എങ്ങനെയെങ്കിലും ഒരു അനുനയിപ്പിക്കുന്ന ശ്രമത്തിലേക്ക്, കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്, ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലുമായുള്ള വ്യക്തിബന്ധമൊക്കെ പറഞ്ഞാണ് അൻവർ അന്ന് പാലക്കാട് സ്ഥാനാർത്ഥി നിർത്താതിരുന്നത്. അതേസമയത്ത് തന്നെ ചേലക്കരയിൽ അൻവർ സ്ഥാനാർത്ഥി നിർത്തുകയും ചെയ്തു.
ആ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഇറക്കി ഇത്തരത്തിലൊരു അനുനയ നീക്കത്തിലേക്ക് UDF ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അറിവോടുകൂടിയാണോ രാഹുൽ പോയതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും അനുനയ നീക്കം നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് അത് ഒരുപക്ഷെ അൻവർ ഏതെങ്കിലും അവസാന സമയത്ത് മത്സരിക്കാൻ പോവുകയാണെങ്കിൽ അത് UDF ഉണ്ടാക്കുന്ന തലവേദന ചില്ലറയാകില്ല. കാരണം ഒരു അൻവറിന്റെ വ്യക്തിബന്ധങ്ങളിൽ ഊന്നി ഒരു 10,000-ഓളം വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ഷൗക്കത്തിന് അത് ക്ഷീണമാകും. അതുകൊണ്ട് തന്നെയാണ് UDF ആ രീതിയിലുള്ള ഒരു അനുനയ നീക്കം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേ സമയത്ത് തന്നെ അൻവറിനും ചില ഭയങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത്തരത്തിലൊരു 10,000 വോട്ട് പിടിക്കാൻ കഴിയും, വ്യക്തിബന്ധങ്ങളോടെ പിടിക്കാൻ കഴിയുമെന്നൊക്കെ പറയുമ്പോൾ അൻവറിന്റെ ഇത്തരത്തിൽ നിലവിലുള്ള ഈ പ്രസ്താവനകൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഒരുപക്ഷെ ഒരു 5,000 വോട്ടിന് താഴേക്ക് അൻവർ ചുരുങ്ങുകയാണെങ്കിൽ അത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്നത് സംബന്ധിച്ച് അൻവറിനും പേടിയുണ്ട്, അതുപോലെ തന്നെ UDF-നും പേടിയുണ്ട്. ജയലക്ഷ്മി.